അക്കൗണ്ടിങ്ങിലെ ഡെബിറ്റുകളെയും ക്രെഡിറ്റുകളെയും കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണിത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ബിസിനസ് ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങുന്നു. ആ ഒരു ട്രാൻസാക്ഷൻ അതെങ്ങനെയാണ് നമ്മൾ കണക്കുകളിൽ എഴുതുന്നത്? ശരിക്കും അവിടെയാണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും വരുന്നത്. ഒന്നാമതായി, എല്ലാ ബിസിനസ് ഇടപാടുകൾക്കും രണ്ട് വശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു കോയിന്റെ രണ്ട് വശം പോലെ തന്നെ. അതായത് ഒരിടത്തു നിന്നും പണം പോകുമ്പോൾ അത് വേറൊരിടത്തെത്തുന്നുണ്ടല്ലോ. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് രേഖപ്പെടുത്തുന്ന സിസ്റ്റമാണ് ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ്. അപ്പോൾ എന്താണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും? സിമ്പിളായി പറഞ്ഞാൽ ഇത് പണത്തിന്റെ ഒഴുക്ക് രേഖപ്പെടുത്താനുള്ള രണ്ട് ടൂൾസാണ്. നമ്മുടെ ലാപ്ടോപ്പ് എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾക്ക് പുതിയൊരു ഉപകരണം കിട്ടിയല്ലേ? അത് നിങ്ങളുടെ ആസ്തി കൂട്ടി. ഈ കൂടിയ ആസ്തിയെ നമ്മൾ ഡെബിറ്റ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തും. അതേസമയം ലാപ്ടോപ്പ് വാങ്ങാൻ നിങ്ങളുടെ കയ്യിലെ കാശ് കുറഞ്ഞില്ലേ? അതും ഒരു ആസ്തിയാണ്. അപ്പോൾ ആ കുറഞ്ഞ ആസ്തിയെ നമ്മൾ ക്രെഡിറ്റ് എന്നും രേഖപ്പെടുത്തും. ഇനി മൂന്നാമത്തെ കാര്യം, ഇതാണ് ഇതിലെ സുവർണ്ണ നിയമം. ഓരോ ഡെബിറ്റിനും തുല്യമായ ഒരു ക്രെഡിറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇതൊരു നിയമം മാത്രമല്ല, കണക്കുകൾ തെറ്റാതെ നോക്കാനുള്ള ഒരു അടിപൊളി സംവിധാനം കൂടിയാണ്. അതായത് 1000 രൂപയുടെ ലാപ്ടോപ്പ് ഡെബിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് 1000 രൂപയുടെ പണം ക്രെഡിറ്റ് ആവും. കണ്ടില്ലേ? അക്കൗണ്ട്സ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ഒരു ഇടപാടിന്റെ രണ്ട് വശങ്ങൾ കാണിച്ചു തരുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക കണക്കുകൾ എപ്പോഴും കൃത്യവും സന്തുലിതവുമാക്കി വയ്ക്കുന്നു.